ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടിലോട്ടാണ്. എന്താണ് കൊല്ലങ്കോട്, എന്താണ് അവിടുത്തെ ഭംഗി, അപ്പോൾ എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. എങ്ങനെയാണ് കൊല്ലങ്കോട്ടേക്ക് പോവുക, എവിടേക്കാണ് പോകേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളാണ് അവിടെ കാണേണ്ടത്, എല്ലാം നമ്മളെ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും ഭംഗിയുള്ള 10 ഗ്രാമങ്ങളിൽ ഒന്നായ കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. കൊപ്പത്ത് നിന്നും ചെർപ്പളശ്ശേരി പോയി, ചെർപ്പളശ്ശേരി നിന്നാണ് നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ പോകുന്നത് കൊപ്പം ചെർപ്പളശ്ശേരി റൂട്ടിലാണ്. മുളയങ്കാവ് കഴിഞ്ഞ് അല്പം സഞ്ചരിച്ചപ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച കണ്ടു. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഈ ഒരു വീടിൻ്റെ എൻട്രൻസ്, അതായത് ഒരു റോട്ടിൽ നിന്നും വീട്ടിലേക്കുള്ള ഒരു വഴി ഒരുക്കിയ രൂപമാണിത്. സാധാരണ എല്ലാവരും മണ്ണിട്ട് മൂടി വയലിനെ നശിപ്പിച്ചാണ് റോഡ് ഒരുക്കാറുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി, അത് ഞാൻ കാണിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു കുളം, റോഡ് സൈഡിൽ തന്നെ തൊട്ടടുത്തുള്ളൊരു കുളമാണിത്. പോകുന്ന വഴിയിലൊരു പാടം കണ്ട്, പാടത്ത് ഇടത്തെ ഭാഗത്തായിട്ട് ഒരു ട്രാക്ടർ കണ്ടം പൂട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കംപ്ലീറ്റ് ചുറ്റുപുറം വെള്ള കൊറ്റികൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അത്. പോകുന്ന വഴിയിൽ നെന്മാറക്ക് കുറച്ച് മുമ്പായിട്ട് കൊട്ടേക്കുളം എന്നൊരു ജംഗ്ഷനിലെത്തി. കൊട്ടേക്കുളം ജംഗ്ഷനിൽ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി കുളവും കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ഷേത്രവും ഒരു ആൽമരവും കണ്ടപ്പോൾ നല്ലൊരു സീൻ, നല്ലൊരു വൈബ് സ്ഥലമായി തോന്നി. അപ്പോൾ ഒന്ന് പകർത്തിയതാണ്. ഇതാണ് നെന്മാറ ക്ഷേത്രം. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. വലിയ ക്ഷേത്രമാണ്. തൊട്ടടുത്ത് തന്നെ പാടവും ഒരു കുളവും വടിക്കെട്ടിൽ പേര് കേട്ട ഒരു ക്ഷേത്രമാണ് നെന്മാറ ക്ഷേത്രം. പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഈ വാഹനം, കാളവണ്ടി. കൊല്ലങ്കോട് ടൗൺ കഴിഞ്ഞ് 50 മീറ്റർ കഴിഞ്ഞിട്ട് വലത്തെ ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡ് കാണാൻ പറ്റും. ഇവിടെ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ നമ്മളെ വെള്ളച്ചാട്ടത്തേക്കാണെങ്കിലും താമരപ്പാടം, അതേമാതിരി സീതാർകുണ്ട് വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ നമ്മളെ ചലഞ്ചേട്ടൻ്റെ ചായക്കട, അതൊക്കെ ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ജംഗ്ഷനിലെത്തും. നേരെ പോയാൽ നമുക്ക് ചിങ്ങഞ്ചിറ ക്ഷേത്രവും പിന്നെ ഈ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം സീതാർകുണ്ട് വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയിലാണ് താമരപ്പാടം. ഇതാണ് താമരപ്പാടം. ഇവിടുന്നാണ് താമരപ്പാടം തുടങ്ങുന്നത്.
അത്യാവശ്യം സന്ദർശകരൊക്കെ വന്നിട്ടുണ്ട്. ഉച്ച സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത്യാവശ്യം ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മഴ ഇല്ലാത്തൊരു ദിവസമായിരുന്നു. നല്ല ഭംഗിയുണ്ട് താമരപ്പാടം കാണാൻ. ഈ ബാക്കിയുള്ള മലയോരങ്ങൾ അത് നെല്ലിയാമ്പതി മലകളാണ്. ഇവിടെ നിന്ന് നെല്ലിയാമ്പതി മലകൾ നേരെ കാണാൻ സാധിക്കും. മലമുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് അവിടെയും ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഭാഗം ഫിലിമുകളിലും ആൽബങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. താമരപ്പാടം കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ ഉണ്ടാവും. റോഡുകളിൽ ചില ഏരിയകളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പോകാൻ. എങ്കിലും കുഴപ്പമില്ല, എല്ലാ വാഹനവും നമുക്ക് കൊണ്ടുപോകാം. ഇതൊരു പാറയാണ്. പാറയുടെ മുകളിലൂടെ ടാർ പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വാഹനം ഈസിയായിട്ട് നമുക്ക് ഓടിച്ച് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ വീടുകളാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും ഇപ്പോഴും ആ പഴമ അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന വീടുകളും ഷോപ്പുകളുമാണ് കൂടുതലും കാണാൻ സാധിച്ചത്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ എൻട്രൻസ് ആണ്, റൈറ്റ് പോയാൽ ഒരു കാർ പാർക്കിംഗ്, ഏകദേശം ലാസ്റ്റ് കാർ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു ഇക്കയും ഉത്തയും ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടൽ, ഒരു ഷോപ്പൊക്കെ ഉണ്ട്, ഒരു കൂൾ ബാർ പോലത്തെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് കുഴങ്ങിയിട്ട് വന്ന് കഴിഞ്ഞാൽ ഐസ്ക്രീമും അതുപോലെ സർവത്ത്, നാരങ്ങ സോഡ, വെള്ളം കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി തരും. നല്ല സ്വഭാവമായിരുന്നു. ഇവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ലേഡീസിനും ജെൻസിനും ഒരുപോലെ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. കാർ പാർക്കും ചെയ്യാം. മറ്റുള്ള കാർ പാർക്കിൽ നിന്നൊക്കെ 40 രൂപയാണ് എന്നോട് പറഞ്ഞത്. ഇവർ 30 രൂപക്ക് കാർ പാർക്കിംഗ് തന്ന്. ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് താഴേക്ക് ഇറങ്ങേണ്ട സ്ഥലം. സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ വലിയൊരു ഉയരത്തുനിന്ന് വെള്ളം ഇങ്ങനെ ചാടി വരുന്ന അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമല്ല. ഇതൊരു അരുവി പോലെ ഉയരങ്ങളിൽ നിന്ന് തന്നെയാണ് വെള്ളം ഒഴുകി വരുന്നത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാനോ അങ്ങോട്ട് പോയി കാണാനോ സാധിക്കുന്നതല്ല. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ സാധിക്കും. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, കംപ്ലീറ്റ് പാറക്കെട്ടുകളാണ്. കാല് വഴുതി വീഴാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അപകടം സൃഷ്ടിക്കാതെ സൂക്ഷിച്ച് നിന്നിട്ട് പോവുക. അപകട സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. സീതാർകുണ്ട് വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് മടങ്ങുന്ന വഴിയിൽ താമരപ്പാടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കളം കണ്ടു. അത്യാവശ്യം ഒരു വലിയ കളം തന്നെയാണ്, ഒരുപാട് പഴക്കമുള്ള ഒരു കളമാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന നെല്ലുകളും തേങ്ങകളൊക്കെ സംഭരിച്ച് വെക്കുന്ന ഒരു കളമാണ് ഇത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കളം തന്നെയാണ്. പിന്നീട് നമ്മൾ പോയത് ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ ഇതാണ് ചിങ്ങംചിറ ക്ഷേത്രം. ചിങ്ങംചിറ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ഫിലിമുകളിലൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ് ഈ ഒരു ചിങ്ങംചിറ ക്ഷേത്രം. രാത്രി സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ഇവിടെ ആരുമില്ലാത്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പേടി തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ചിങ്ങംചിറ ക്ഷേത്രം. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മരങ്ങളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന ഈ ചില്ലകളും കൊമ്പുകളും തന്നെയാണ്.
ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു കടക്കാരനാണ് പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന്. അപ്പോൾ അതും കേട്ട് ഞങ്ങൾ ബാക്കിലോട്ടും നടന്നു പോയി. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഒരുപാട് പേര് ക്ഷേത്രം സന്ദർശിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ചുമ്മാ ഒന്ന് ബാക്കിലോട്ട് പോയി നോക്കി. അടിപൊളി വ്യൂ ആണ്. നെല്ലിയാമ്പതി മലയോരങ്ങൾ വളരെ അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. തിരിച്ചു പോകുന്ന സമയത്ത് ചെലഞ്ചേട്ടൻ്റെ കടയുടെ അവിടെ എത്തി. അവിടുന്ന് ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കളം ഉണ്ട്. ഫേമസ് ആയിട്ടുള്ളൊരു കളമാണെന്ന് പറഞ്ഞ് 49 വർഷം പഴക്കമുള്ളൊരു കളമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. പൊരിഞ്ഞോടിച്ചേരിക്കളം എന്നാണ് ഈ കളത്തിന് പറയുക. വലിയൊരു പാറയാണ്. ആ പാറയുടെ മുകളിലാണ് ഈ കളം ഉണ്ടാക്കിയിട്ടുള്ളത്. കൊല്ലങ്കോട് ഈ രീതിയിലാണ് നെല്ല് മതിക്കുന്നത്. ഇങ്ങനെ മതിക്കുന്ന നെല്ലുകൾ സംഭരിക്കുന്ന അറയാണ് ഈ കളം എന്ന് പറയുന്നത്. ഈ പാറയുടെ മുകളിൽ നിന്നും കാണുന്നൊരു വ്യൂ ആണിത്. ഈ പാടങ്ങളും വയലുകളും അതിനോട് ചേർന്ന് കിടക്കുന്ന നെല്ലിയാമ്പതിയുടെ മലയോരങ്ങളും അതുപോലെ തന്നെ ഈ കളമാണെങ്കിലും ആ പഴമ അതുപോലെ നിലനിർത്തി കൊണ്ടുവന്നിട്ടുള്ള, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊല്ലങ്കോടിനെ ഒരു പ്രത്യേക ഇന്ത്യയിൽ ടോപ്പ് 10 വില്ലേജുകളിൽ ഒന്നായി കൊല്ലങ്കോടിനെ കാണപ്പെടുന്നതും. അപ്പോൾ ചെരിഞ്ഞോടിച്ചേരി കളം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ നിന്നൊരു ചായയും കുടിച്ചിട്ട് നേരെ കുടിലടം പാടത്തോട്ട് പോവാം. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് അവിടെ. ഏകദേശം 49 വർഷമായി എന്നാണ് ചെല്ലഞ്ചേട്ടൻ പറഞ്ഞത്. പഴയ കാലത്തുള്ള ആ വീടിനോട് ചേർന്നിട്ടുള്ള ആ ചായക്കട അന്ന് എങ്ങനെയാണോ അതുപോലെ നിലനിർത്തി ഇപ്പോഴും കൊണ്ടുപോകുന്ന ചെല്ലഞ്ചേട്ടൻ കൊടുക്കണം ഒരു സല്യൂട്ട്. ഇതാണ് കുടിലടം പാടം. അപ്പോൾ ഈ പാടത്തോട്ട് ഇറങ്ങാൻ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ കാർ പാർക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്തിലൂടെ വേണം അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ. 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പ്രവേശിക്കാൻ. ഭക്ഷണ സാധനങ്ങളും അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. അഥവാ കൊണ്ടുവന്നാൽ തന്നെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോവുക എന്ന് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കുടിലടം പാടത്തോട്ട് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ വരികയായിരിക്കും ഒന്നും കൂടി നല്ലത്. പഴയ കാലങ്ങളിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പല സാമഗ്രികളും വസ്തുക്കളും വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ കവാടങ്ങൾ പോലൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കാതിരിക്കുക.